ഗുരുവായൂർ കെ.എസ്.ആർ.ടി.സിക്ക് നല്ല കാലം വരുന്നുവെന്ന് N.K. അക്ബർ എം.എൽ.എ. കെ.എസ്.ആർ.ടി.സി ആരംഭിച്ച CNG ഫില്ലിംഗ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഗുരുവായൂരിലെ കെ.എസ്.ആർ.ടി.സിക്ക് വരുന്ന മാറ്റങ്ങൾ എം.എൽ.എ. എണ്ണി പറഞ്ഞത്. ഡിപ്പോ നവീകരണത്തിനായി തയ്യാറാക്കിയ പദ്ധതിക്ക് കെ.എസ്.ആർ.ടി.സിയുടെ അംഗീകാരം ലഭിച്ചതായി എം.എൽ.എ. അറിയിച്ചു. എം.എൽ.എ. ഫണ്ടിൽ നിന്ന് 4 കോടി ചെലവിട്ടാണ് നവീകരണം നടപ്പാക്കുന്നത്. ഇതിനായി PWD ആർക്കിടെക്ട് വിഭാഗം തയ്യാറാക്കിയ പ്ലാൻ കെ.എസ്.ആർ.ടി.സി അംഗീകരിച്ചു. നിലവിലെ കെട്ടിടത്തിന്റെ നവീകരണം, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്റ്റാൻഡിൽ നിന്നുള്ള റോഡ് നവീകരണം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് നവീകരണം നടപ്പാക്കുക. ഗുരുവായൂരിൽ കെ.എസ്.ആർ.ടി.സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുമെന്നും എം.എൽ.എ. അറിയിച്ചു. ഇതിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഫർണിച്ചറിനുള്ള ഫണ്ട് എം.എൽ.എ. ഫണ്ടിൽ നിന്നും അനുവദിച്ചു. ചാവക്കാട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള ഗ്രൗണ്ടിലായിരിക്കും പരിശീലന ക്ലാസുകൾ നടക്കുക. ഗുരുവായൂരിൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം വൻ വിജയമാണെന്നും എം.എൽ.എ. പറഞ്ഞു. ഡിപ്പോയിലെ കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ 19 ലക്ഷം എം.എൽ.എ. ഫണ്ടിൽ നിന്ന് അനുവദിച്ചു. ശ്രീ P.K. വേലായുധൻ അദ്ദേഹം കെ.എസ്.ആർ.ടി.സിയുടെ ചുമതലയുള്ളൊരു മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ജില്ലാ ഡിപ്പോയായി ഗുരുവായൂരിനെ ഉയർത്തിയത്. എന്നാൽ വിശാലമായ കണ്ണായ ഒരു സ്ഥലം ഈ സ്ഥലത്ത് ഗുരുവായൂർ ഡിപ്പോക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും കെ.എസ്.ആർ.ടി.സിയിൽ ഉണ്ടായിരുന്നില്ല.